സർവസംശയച്ഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്. തുടരുകയാണ്. നമ്മൾ ചർച്ചയ്ക്കെടുത്ത ഗ്രന്ഥം ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതിയാണ്. അതിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം പറഞ്ഞവസാനിപ്പിച്ചു. അതിൻ്റെ വിശദമായ അർത്ഥമാണ് നമുക്ക് ഇന്ന് വായിച്ചു തുടങ്ങേണ്ടത്. എന്തായാലും ആ ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തുമുജ്വലിക്കും കഴിവിന് കണ്ണുകളഞ്ചു മുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന നാമരൂപ സങ്കല്പങ്ങൾ, നമ്മുടെ മനസ്സിലാണ് നാമരൂപ സങ്കല്പങ്ങൾ ആവിർഭവിക്കുന്നത്. പദാർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ആശയമോ ഒരു ഭാവനയോ ഒരു സങ്കല്പമോ ആണ്. മനസ്സിലാണ് വസ്തുക്കളുടെ രൂപങ്ങൾ പതിയുന്നത്, അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ട് എന്ന അനുഭവം ഉണ്ടാകുന്നത്. പുറം വസ്തുക്കൾ മായാകാര്യങ്ങളാണ് എന്നാണ് വേദാന്ത മതം. പുറമേ വസ്തുക്കളൊന്നും ഇല്ല വാസ്തവത്തിൽ, പക്ഷേ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു. ഇതേതുപോലെ? നമ്മുടെ സ്വപ്നാനുഭവം പോലെ. സ്വപ്നത്തിൽ നാം കാണുന്ന വസ്തുക്കളൊന്നും തന്നെ വാസ്തവത്തിൽ അവിടെ ഇല്ല. വസ്തുക്കളുടെ അഭാവത്തിൽ നാം വസ്തുക്കൾ ഉള്ളതുപോലെ അനുഭവിക്കുന്നു. അതാണ് സ്വപ്നം. ഈ പ്രപഞ്ചവും ഒരർത്ഥത്തിൽ സ്വപ്നം തന്നെയാണ്. പദാർത്ഥബോധം, അതായത് പുറമേ പദാർത്ഥങ്ങളുണ്ട്, അവ സത്യമാണ്, അവയിൽ നിന്ന് എനിക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെ അജ്ഞാന കലുഷിതമായ ഒരു മനസ്സിൻ്റെ വിഭ്രമങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ പുറമേ വസ്തുക്കളില്ല, വ്യക്തികളില്ല. ഇതൊരു നെടിയ കിനാവാണ് എന്ന് ഗുരുദേവൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. നീണ്ട കിനാവ് സ്വപ്നം. ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചജ്ഞാനം, വസ്തുക്കളെ കുറിച്ചുള്ള അറിവ്, ഇവ മാറി മാറി വരുന്നു. പക്ഷെ അറിയുന്നവന് മാത്രം മാറ്റം ഇല്ല. കാരണം ഒരു 80-90 വയസ്സ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ ജീവിതത്തിലുടനീളം അയാൾക്ക് എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ പരിണാമം സംഭവിച്ചതായി അയാൾ കരുതുന്നില്ല. ഞാൻ എന്ന അനുഭവത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ശരീരം വളരുന്നു, ക്ഷയിക്കുന്നു, അവസാനം അത് നശിച്ചു പോകുന്നു. മനസ്സെന്ന് പറയുന്നത് ചിന്തകളുടെ ഒരു കൂട്ടമാണ്. പലതരം ചിന്തകൾ ഇങ്ങനെ പൊന്തി മറയുന്നു ഉള്ളിൽ. പ്രാണൻ, അത് സദാ സ്പന്ദിക്കുന്ന ഒന്നാണ്, പ്രാണശക്തി. ഇങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഓരോ ഘടകത്തിലും ചലനം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ചലനം എന്ന് പറഞ്ഞാൽ മാറ്റം അല്ലെങ്കിൽ പരിണാമം. ചലിക്കുന്നത് പരിണമിച്ചേ പറ്റൂ. ചലിക്കാത്തത് പരിണാമത്തിന് വിധേയമാവില്ല. ചലിക്കാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത്
ചലനാത്മകമാണ്. വസ്തുക്കളുടെ ഉള്ളിലുള്ള കണങ്ങൾ, ആറ്റങ്ങൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ കണങ്ങൾ പോലും സദാ സ്പന്ദിച്ചുകൊണ്ടാണ് കഴിയുന്നത്. അതുപോലെ ബാഹ്യലോകത്തിലും സൗരയൂഥ ഘടകങ്ങളിലും എല്ലാം നമുക്ക് ഈ ചലനം കാണാവുന്നതാണ്. ചലനത്തെ അറിയുന്നവൻ ചലിക്കാത്തവനായേ പറ്റൂ. മാറ്റം, പരിണാമം എന്ന് പറയുന്നത് ചലനം തന്നെയാണ്. അതിനെ അറിയുന്നവൻ അയാൾ മാറുന്ന ഒരു വ്യക്തിയാകാൻ സാധ്യമല്ല. അറിയുന്നവൻ്റെ ദേഹത്തിൽ വിട്ടുപോകാതെ ചേർന്ന് നിന്ന്, അതുപോലെ ബാഹ്യ വിഷയങ്ങളിലും മാറ്റമില്ലാതെ ബാഹ്യ വിഷയങ്ങളെ അറിയിച്ചു തരുന്ന ഒരു പ്രകാശമുണ്ട്. അതാണ് ആത്മതത്വം. അതാണ് ശാസ്ത്രീയമായ ഈശ്വരതത്വം എന്ന് പറയുന്നത്. ഇതിനെ വേദാന്തം ബോധം എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മം, പരമാത്മാവ്, ഇങ്ങനെ അനേകം പേരുകളിൽ അറിയപ്പെടുന്നത് ഒരേ തത്വം തന്നെയാണ്. വസ്തുസ്വരൂപമായ ബോധം ജ്ഞാനേന്ദ്രിയങ്ങളെ അഞ്ചിനെയും പ്രത്യാഹരിച്ച്, എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വലിച്ച് ഏകാഗ്രപ്പെടുത്തി മനസ്സ് ധ്യാനനിഷ്ഠമായി തീർന്ന് ഈ പരമാത്മാവിനെ തുടരെ തുടരെ പ്രണമിച്ചുകൊണ്ട് വേണം ആത്മതത്വത്തെ ഉപദേശിക്കാൻ. ആര് ആത്മതത്വത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചാലും ഈ ആത്മാവിൻ്റെ കൃപയില്ലാതെ ആത്മാവിനെ കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനെ വ്യക്തമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആത്മവന്ദനം ചെയ്തതിന് ശേഷം മാത്രമാണ് ആത്മാവിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചിനെയും പ്രത്യാഹരിച്ച് ധ്യാനനിഷ്ഠമാക്കി, എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മതത്വത്തിൽ തന്നെ അതിനെ ഉറപ്പിച്ചു നിർത്തി തുടരെ തുടരെ പ്രണമിച്ച് നാമസങ്കീർത്തനം ചെയ്യണം. നാമരൂപരഹിതമായ വസ്തുവാണ് ഈ ആത്മാവ്. പിന്നെ എന്തിനാണ് നാമസങ്കീർത്തനം ചെയ്യണം എന്ന് ഗുരുദേവൻ നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നാമരൂപങ്ങളായി കാണപ്പെടുന്നതിൽ നിറഞ്ഞു വിലസുന്നത് ഈ നാമരൂപങ്ങളില്ലാത്ത സത്യമായതുകൊണ്ട്. അതുകൊണ്ട് നാമസങ്കീർത്തനത്തോടു കൂടി വേണം അധ്യാത്മ വിദ്യ ആരംഭിക്കാൻ. നാമസങ്കീർത്തനം ചെയ്യണം, വീണു വണങ്ങി ഓതിരേണം. ഈ ഓതുക എന്നുള്ളതിന് വേദം ഓതുക എന്നൊരർത്ഥമുണ്ട്, വേദമന്ത്രങ്ങൾ ജപിക്കുക എന്നർത്ഥമുണ്ട്. ഓതുക എന്നുള്ളതിന് ഉപദേശിക്കുക എന്നർത്ഥമുണ്ട്. ഓതുക എന്ന് പറഞ്ഞാൽ പറയുക, സംസാരിക്കുക എന്നുള്ള അർത്ഥവും അതിനുണ്ട്. അപ്പോൾ ഇവിടെ വണങ്ങി ഓതിടേണം എന്നുള്ളതിന് ഈ ആത്മാവിൽ മനസ്സിനെ ലഗ്നമാക്കി നിർത്തി വീണ്ടും വീണ്ടും ആ ആത്മതത്വത്തെ പ്രണമിച്ചിട്ട് നാമസങ്കീർത്തനം ചെയ്യണം, അഥവാ ആത്മതത്വത്തെ ഉപദേശിക്കണം. അതുമല്ലെങ്കിൽ ആത്മതത്വത്തെ ചർച്ച ചെയ്യണം. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൂടാതെ ഈ ആത്മാവിനെ കുറിച്ച് പറയാനോ കേൾക്കാനോ സാധ്യമല്ല. പറയുന്നവർ മാത്രമല്ല ധന്യർ, കേൾക്കുന്നവരും ധന്യരാണ്. കാരണം ആത്മതത്വത്തെക്കുറിച്ച് പറയാനും ആൾ കുറവാണ്, കേൾക്കാൻ അതിനേക്കാളും ആൾ കുറവാണ്. ഇപ്പോഴും പറയാൻ ധാരാളം ആൾക്കാരുണ്ട്, പ്രഭാഷകർ ധാരാളമുണ്ട്, കേൾക്കാനാണ് ആൾക്കാർ വരാത്തത്. പണ്ടൊക്കെ ആണെങ്കിൽ കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, വക്താക്കൾ കുറവായിരുന്നു. ആത്മതത്വത്തെ വ്യക്തമായി പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിവുള്ളവർ പുരാതന കാലത്ത് വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. ധാരാളം ആൾക്കാർ ഈ ആത്മവിദ്യ അഭ്യസിച്ച്
ഈ ആത്മതത്വം എന്താണെന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികഞ്ഞ ഈശ്വരകാരുണ്യമാണ്. എന്ത്? ആത്മതത്വത്തെക്കുറിച്ച് പറയുക എന്നതും അതിനെക്കുറിച്ച് കേൾക്കുക എന്നതും. ഇപ്പം ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ബാലകൃഷ്ണൻ നായർ സാറ് വിശദമായി വ്യാഖ്യാനിക്കാൻ എടുത്തിരിക്കുന്നത് അവസാനത്തെ വരിയാണ്. അതായത് തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം. ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരു, പക്വതയുള്ള ഒരു മുമുക്ഷു തൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ മുമുക്ഷുവിന് ഈ ആത്മതത്വത്തെ ഉപദേശിക്കണം. അത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കൈയൊഴിയാൻ പാടില്ല എന്നാണ്. കാരണം ആത്മാവിനെ അറിയണം എന്ന ആഗ്രഹമുള്ളവർ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള ഒരു ശിഷ്യൻ തൻ്റെ മുമ്പിൽ എത്തി ഗുരുദാസനോട് അഭ്യർത്ഥിക്കുമ്പോൾ എനിക്ക് സമയമില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഗുരുനാഥൻ ഒരിക്കലും ഒഴിഞ്ഞു മാറരുത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയാണ്. അറിഞ്ഞവരാണ് ഈ തത്വത്തെ ലോകത്തിന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അറിയാത്തവർ ഇതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാൻ? അപ്പൊ അറിഞ്ഞവർ മിണ്ടാതെ ഇരുന്നാൽ എനിക്ക് സമയമില്ല, വേറെ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ ഈ ആത്മതത്വം ലോകത്തിൽ എങ്ങനെ നിലനിൽക്കും? ഇതെങ്ങനെ പ്രചരിക്കും? അതുകൊണ്ട് ആ കൃത്യത്തിൽ നിന്ന് ഒരു ഗുരുനാഥൻ ഒരിക്കലും ഒഴിഞ്ഞു മാറരുത്. ആത്മതത്വത്തെ ഉപദേശിക്കുക തന്നെ വേണം. അങ്ങനെ ഉപദേശിക്കുന്നതിന് മുമ്പ് തെരുതെരെ വീണ് വണങ്ങിയതിന് ശേഷമാണ് ഓതേണ്ടത്. തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. ഇവിടെ ഓതിടേണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സത്യാനുഭവത്തിലാക്കാക്കിയുള്ള ഏതുതരം വാങ്മയ പ്രവൃത്തിയും അർത്ഥമാക്കാവുന്നതാണ്. ഓതുക എന്നുള്ളതിന് സത്യാനുഭവത്തെ ലക്ഷ്യമാക്കി ഒരാൾക്ക് സത്യാനുഭവം അല്ലെങ്കിൽ ആത്മാനുഭവം അതുമല്ലെങ്കിൽ ബ്രഹ്മാനുഭവം ഉണ്ടാകാൻ വേണ്ടി എന്ത് പറഞ്ഞാലും അതെല്ലാം ഒരർത്ഥത്തിൽ ഓതലാണ്. എന്തായാലും ശരി, ഗുരുനാഥന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ എല്ലാം ഓതൽ തന്നെയാണ്. അതാണ് ഏതുതരം വാങ്മയ പ്രവൃത്തിയും ഓതിടേണം എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് അംഗീകരിക്കാം. എന്താണ് ഗുരുനാഥൻ വിശദീകരിക്കുന്നത്? വിഷയം എന്താണ്? വിഷയം ബ്രഹ്മവിദ്യയാണ്. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നത്, ബ്രഹ്മജ്ഞാനം നേടുന്നത്. അധ്യാത്മവിദ്യ, ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, ഇങ്ങനെ പല പേരുകളും അതിനുണ്ട്. ബ്രഹ്മവിദ്യയാണ് വിഷയം. അതിനധികാരി ഗുരുവോ ശിഷ്യനോ സുഹൃത്തോ ആരായാലും ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ച് മനസ്സ് ഏകാഗ്രപ്പെടുത്തി സർവവ്യാപിയായ സത്യത്തെ ഭാവന ചെയ്തുകൊണ്ട് വേണം അതിൽ വ്യാപരിക്കാൻ എന്ന് താത്പര്യം. ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കാൻ അധികാരി ഗുരു മാത്രമാണ്. ശിഷ്യൻ അദ്ദേഹത്തിൽ നിന്നും ബ്രഹ്മവിദ്യ സ്വീകരിക്കാൻ എത്തിയ ആളാണ്. ഇപ്പോൾ അധികാരി അല്ലെങ്കിൽ അധികാരിത്വം ഗുരുവിനുമുണ്ട്, ശിഷ്യനുമുണ്ട്. അപ്പോൾ ഗുരുവോ ശിഷ്യനോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം. എപ്പോഴും നമ്മെക്കാളും താഴ്ന്ന നിലയിലുള്ള ഒരാൾക്ക് മാത്രമേ ഈ ആത്മവിദ്യ ഉപദേശിക്കാവൂ എന്നൊന്നും നിയമമില്ല. സുഹൃത്തുക്കൾ തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്യാം, ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്യാം.
നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടും ഈ ആത്മവിദ്യയെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പം ഇതിന് എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ ഇതറിയണം എന്ന ഒരാഗ്രഹം ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള ഏത് വ്യക്തിക്കും ഈ കാര്യം അറിയാവുന്ന ഒരാൾ എപ്പോഴും ഈ ആത്മതത്വത്തെ ഉപദേശിക്കേണ്ടതാണ്. ഗുരുവോ ശിഷ്യനോ സുഹൃത്തോ ആരായാലും ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കണം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് തിരിക്കുക, ഏകാഗ്രപ്പെടുക എന്നാണ്. ശ്രവണം, മനനം, നിധിധ്യാസനം, ധ്യാനം, ഇങ്ങനെ 4 പ്രക്രിയകളിലൂടെയാണ് ആത്മാവിനെ കണ്ടെത്തേണ്ടത്. അതിൽ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖമായി അലയാൻ അനുവദിക്കാതെ ആത്മാഭിമുഖമാക്കി തീർക്കുക, ഉള്ളിലേക്ക് തിരിയണം. നമ്മുടെ ശ്രദ്ധ ബാഹ്യ വിഷയങ്ങളിലായാൽ ഈ പറയുന്ന ആത്മതത്വം നമുക്ക് വ്യക്തമാകില്ല. ഈ ആത്മാവെന്ന് പറയുന്നത് അത്യന്തം സൂക്ഷ്മമായ ഒരു തത്വമാണ്. സൂക്ഷ്മ ബുദ്ധികൾക്ക് മാത്രമേ അത് ഗ്രഹിക്കാൻ പറ്റൂ. അതും ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ മാത്രമാണ് ഈ തത്വത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവുക. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥി പുറമേയുള്ള കാഴ്ചകൾ നോക്കിയിരുന്നാൽ ആ വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് വിദ്യ ഉണ്ടാവുക? പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുള്ളവനായിരിക്കണം വിദ്യാർത്ഥി. അതുപോലെ ഗുരുനാഥൻ ഒരു അധ്യാപകന്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഈ ആത്മതത്വം അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന ശിഷ്യന്മാർ വിദ്യാർത്ഥികളെ പോലെയാണ്. അപ്പോൾ ഗുരുവിൻ്റെ വാക്കുകളിൽ വിശ്വാസവും അതിലുപരി ശ്രദ്ധയും ഉണ്ടാവണം. എന്നാലേ ഈ ആത്മവിദ്യ ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് സംക്രമിക്കുകയുള്ളൂ. രോഗങ്ങൾ മാത്രമല്ല സംക്രമിക്കുന്നത്, അറിവും അറിവില്ലായ്മയും പോലും സംക്രമിക്കും. എൻ്റെ തെറ്റിദ്ധാരണ ഞാൻ മറ്റുള്ളവരിൽ പ്രചരിപ്പിച്ചാൽ അവരും ആ തെറ്റിദ്ധാരണകൾക്ക് വശംവദരാകും. അതുപോലെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ അറിവും സംക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിളക്കിൽ നിന്ന് മറ്റ് വിളക്കുകൾ കത്തിക്കുന്നത് പോലെയാണ്. ഗുരുവാണ് ആദ്യത്തെ വിളക്ക്. ആ വിളക്കിൽ നിന്നും ശിഷ്യന്മാരാകുന്ന മറ്റ് വിളക്കുകളിലേക്ക് ആ ജ്യോതിസ് പകർന്നു കൊടുക്കപ്പെടണം. ഒരു വിളക്ക് കത്തുന്ന ഒരു വിളക്കിൽ നിന്ന് മാത്രമേ മറ്റൊരു വിളക്ക് കത്തിക്കാൻ പറ്റൂ. അപ്പോൾ ഗുരുവിന് ആത്മവിദ്യ വശമായിട്ടുണ്ടാവണം. അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടാകണം. എന്താണ് ഈ ആത്മതത്വം, അതിനെ എങ്ങനെയാണ് ഒരു വ്യക്തി സാക്ഷാത്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ച് മനസ്സ് ഏകാഗ്രപ്പെടുത്തി സർവവ്യാപിയായ സത്യത്തെ ഭാവന ചെയ്തുകൊണ്ട് വേണം അതിൽ വ്യാപരിക്കാൻ എന്ന് താല്പര്യം. അതായത് തികഞ്ഞ ഈശ്വര കൃപയുണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മതത്വത്തെ വേണ്ടവണ്ണം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റൂ. അതുപോലെ തികഞ്ഞ ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറയുന്നതിനെ ശ്രോതാക്കൾക്ക് ഗ്രഹിക്കാനും പറ്റും. രണ്ടിനും ഈശ്വരാനുഗ്രഹം അത്യന്താപേക്ഷിതമാണ്. ഈ ഒറ്റ ശ്ലോകത്തിൽ തന്നെ പ്രപഞ്ചാനുഭൂതിയുടെയും അതിൽ നിന്ന് വെളിവാകുന്ന പരമകാരണ സത്തയുടെയും സ്വരൂപം ഗുരുദേവൻ ക്രമമനുസരിച്ച് സുന്ദരമായി പ്രതിപാദിച്ചിരിക്കുന്നു. പ്രപഞ്ചാനുഭൂതി, പ്രപഞ്ചമാണ് എപ്പോഴും നമ്മുടെ അനുഭവമണ്ഡലത്തിൽ ഉള്ളത്. അതിൻ്റെയും രഹസ്യം ഈ ശ്ലോകത്തിൽ ഗുരുദേവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പരമകാരണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, പ്രപഞ്ചത്തിൻ്റെ തന്നെ കാരണമായി വർത്തിക്കുന്ന ആ ആദിസത്തയുടെ സ്വരൂപത്തെയും
ഈ ശ്ലോകത്തിൽ ഗുരുദേവൻ അനുക്രമമായി വർണ്ണിച്ചിരിക്കുന്നു, അതിമനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നു. പ്രപഞ്ചാനുഭൂതിയുടെ തുടക്കം അറിവിൽ അഥവാ ബോധത്തിൽ നിന്നാണ്. ഈ അറിവ്, ബോധം, ഈ രണ്ട് വാക്കുകളും ആത്മാവ്, ബ്രഹ്മം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. അറിവ് എന്ന് പറഞ്ഞാൽ അറിവ് പലതരത്തിലുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് പലതരം അറിവുകൾ ലഭിക്കുന്നുണ്ട്. ആ അറിവിനെയല്ല അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവുകൾക്കെല്ലാം കാരണമായിരിക്കുന്ന ഒരു അധിഷ്ഠാന അറിവുണ്ട്. അതിനെയാണ് ഗുരുദേവൻ അറിവ് എന്ന വാക്കുകൊണ്ട് നിർദ്ദേശിക്കുന്നത്. ഇതിനെ തന്നെ സംസ്കൃതത്തിൽ ബോധം എന്നാണ് പറയുന്നത്. ബോധം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അയാൾ ബോധം കെട്ടു, അയാളുടെ ബോധം പോയി, ആ അർത്ഥത്തിലല്ല. ഈ ബോധം എന്ന് പറയുന്നത് പരമാത്മാവാണ്, എല്ലാ അറിവുകളുടെയും ഉറവിടമാണ്. അത് വരികയോ പോവുകയോ ചെയ്യുന്ന ഒന്നല്ല. വന്നു പോകുന്ന അനുഭവങ്ങളുടെ അധിഷ്ഠാനമായി, ആധാരമായി വർത്തിക്കുന്നതാണ് ബോധം എന്ന വാക്കുകൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്ന പരമാത്മാവ് അഥവാ ബ്രഹ്മം. പ്രപഞ്ചാനുഭൂതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനുഭൂതി അല്ലെങ്കിൽ അറിവ്. അതെവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അറിവിൽ നിന്നാണ് തുടങ്ങുന്നത്. അറിവ് എന്ന വാക്കിവിടെ കേവലമായ അറിവ്, ആത്മാവ്, ബ്രഹ്മം അഥവാ ബോധം, അതിനെയാണ് അറിവ് എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ തന്നെ മറ്റൊരു ചെറിയ കൃതിയുണ്ട്, 15 പദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതി. അതിൻ്റെ പേര് തന്നെ അറിവ്. പച്ച മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. അത് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. വ്യാഖ്യാനമില്ലാതെ, മലയാളമാണല്ലോ എൻ്റെ മാതൃഭാഷയാണല്ലോ, ഞാൻ ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കി കളയും എന്നൊരു ഭാവത്തോടു കൂടി ആ കൃതിയെ സമീപിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. ബാലകൃഷ്ണൻ സാറിൻ്റെ വ്യാഖ്യാനം, മറ്റു പലരും ഈ അറിവ് എന്നുള്ള കൃതിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. പ്രൊഫസർ M.H. ശാസ്ത്രികൾ എന്ന് പറഞ്ഞ് കരമനയിൽ ജീവിച്ചിരുന്ന ഒരു സംസ്കൃത പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഈ കൃതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ മുനിനാരായണ പ്രസാദ്, അദ്ദേഹവും ഈ കൃതിക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. ഇങ്ങനെ പലരും ഈ അറിവ് എന്നുള്ള കൃതിക്ക് വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലെ പദങ്ങൾ സരളങ്ങളാണ്, പച്ച മലയാളത്തിലുള്ള വാക്കുകളാണ്. പക്ഷേ അതിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം അതിഗഹനമാണ്. അതുകൊണ്ട് മലയാളം അറിയാമെന്നുള്ളത് കൊണ്ട് അറിവ് എന്ന കൃതി വായിച്ച് മനസ്സിലാക്കി കളയാം എന്ന് കരുതണ്ട. ഒരു എഞ്ചിനീയറിംഗ് സിലബസിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു പുസ്തകം, അല്ലെങ്കിൽ MBBSൻ്റെ ഒരു ടെക്സ്റ്റ്, മെഡിക്കൽ ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ സാങ്കേതിക വിഷയത്തിലുള്ള ഒരു ടെക്സ്റ്റ്, എല്ലാ ടെക്സ്റ്റുകളും പൊതുവെ ഇംഗ്ലീഷിലാണ് രചിക്കപ്പെടുന്നത്. അതിന് മലയാള തർജ്ജമകൾ ഉണ്ടാകാം, പക്ഷേ കൂടുതലും ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നതുകൊണ്ട് മെക്കാനിക്കൽ ടെക്സ്റ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാധ്യമം, മീഡിയം എന്നുള്ളത് ഇംഗ്ലീഷാണ്, പക്ഷേ ഇറ്റ് ഈസ് എ ടെക്നിക്കൽ സബ്ജക്റ്റ്, സാങ്കേതികമായ വിഷയമാണ്. ഭാഷ അറിയണം എന്നുള്ളത് കൊണ്ട് ആ വിഷയം മനസ്സിലാകണം എന്ന് നിർബന്ധമില്ല. അതുപോലെ ഈ ആത്മതത്വം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക വിഷയമാണ്. അപ്പം അത് ആരെങ്കിലും വ്യാഖ്യാനിച്ച് അതിനെ വിശദീകരിച്ചാൽ മാത്രമേ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പോൾ പ്രപഞ്ചാനുഭൂതിയുടെ തുടക്കം എന്ന് പറയുന്നത് ബോധത്തിൽ നിന്നാണ്. കാരണം ഏത് അനുഭവവും ഞാൻ എന്ന അനുഭവത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാ അറിവും
എൻ്റെയാണ്. അറിവുകൾ ഞാൻ നേടുന്നവയാണ്. ഒന്നിനെ അറിയുന്നതിന് മുമ്പ് അറിയുന്ന ഞാൻ അവിടെ ഉണ്ടാവണം. അറിയുന്നവനോ ആദ്യം, അറിയപ്പെടുന്നതോ ആദ്യം? അറിയുന്നവനാണ് ആദ്യം. അറിയുന്നവനുണ്ടെങ്കിലേ അറിയപ്പെടുന്നവയെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആദ്യമേ അറിയുന്നവൻ സന്നിഹിതനായിരിക്കണം. അദ്ദേഹമാണ് മറ്റൊന്നിനെ അറിയുന്നത്. അപ്പോ ദൃക്ക് അല്ലെങ്കിൽ ജ്ഞാതാവ് അല്ലെങ്കിൽ അറിയുന്നവൻ, അയാളാണ് ആദ്യം. നമ്മുടെ പ്രാപഞ്ചിക അനുഭവങ്ങളെ സംബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഞാൻ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. ഞാൻ എൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത്. മറ്റൊരാളുടെ ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് അനേകം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലതിനെയും ഞാൻ അറിയുന്നു, പലതും അനുഭവിക്കുന്നു, പലതും ചെയ്യുന്നു, കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, സ്പർശിക്കുന്നു, ചിന്തിക്കുന്നു, തീരുമാനിക്കുന്നു, ഭാവന ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ എന്ന കേന്ദ്ര ബിന്ദുവിനെ അധിഷ്ഠാനമാക്കിയാണ് സംഭവിക്കുന്നത്. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രം, അതാണ് ഏറ്റവും പ്രധാനം. ഒരു വൃത്തം നമ്മൾ ഒരു പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ, വൃത്തം വരയ്ക്കാനുള്ള ഉപകരണമാണല്ലോ കോമ്പസ്. ഈ കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ചിട്ട് അതിൻ്റെ ആ കോമ്പസിൻ്റെ മൂർച്ചയുള്ള ഒരു വശം പേപ്പറിൽ എവിടെയെങ്കിലും ഇങ്ങനെ കുത്തിയിട്ട് ഇതിനെ വട്ടത്തിൽ കറക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൃത്തം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പം ആദ്യം ഈ മുനയുള്ള ഭാഗം അല്ലെങ്കിൽ ആ മൂർച്ചയുള്ള ആ ഭാഗം ഒരിടത്ത് കുത്തിയിട്ടാണ് പിന്നെയാണ് നമ്മൾ വൃത്തം വരയ്ക്കുന്നത്. ആ കുത്തുന്ന ഭാഗമാണ് ആ വൃത്തത്തിൻ്റെ കേന്ദ്രം, സെന്റർ. അപ്പൊ അറിവുകളൊക്കെ ഈ കേന്ദ്രത്തെ ചുറ്റിയാണ്. ഏതാണ് ആ കേന്ദ്രം? ഞാൻ എന്ന അനുഭവം, ഞാൻ എന്ന വ്യക്തിത്വം. ആ ഞാനിനെ ആസ്പദമാക്കി പ്രപഞ്ചം ചുഴലുന്നു. നമുക്കിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമായിരിക്കും. ഞാനാണോ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം? ഈ പ്രപഞ്ചം എത്ര വിശാലമാണ്! ഞാൻ അല്പനായ ഒരു മനുഷ്യൻ, 45 വയസ്സ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 45 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജനിച്ചത്. ഈ പ്രപഞ്ചം അതിനു മുമ്പേ ഉണ്ട്. ഞാൻ എങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാകും എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ഭ്രമം മാത്രമാണ്. ഞാനാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ അനുഭവം എനിക്കാണ്. അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരിക്കണം, ഈ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. നമ്മൾ ശരീരവുമായി താതാത്മ്യപ്പെട്ട് കഴിയുകയാണ്. ശരീരത്തെ ഞാൻ എന്ന് കരുതുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര വയസ്സുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നത്. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതെങ്ങനെ? ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കുഞ്ഞായി ജനിച്ചു, ആ ജനനത്തെ തുടർന്ന് ഇപ്പോൾ ഇത്രയും വർഷമായി, അതുകൊണ്ട് എനിക്ക് ഇത്രയും വയസ്സായി എന്നൊക്കെ നമ്മൾ പറയുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാവണം. ഉള്ളതാണ് ശരീരത്തിലൂടെ ജനിക്കുന്നത്. നിങ്ങളിത് വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉള്ളതാണ് ജനിക്കുന്നത്, ഇല്ലാത്തത് ജനിക്കില്ല. ഇല്ലാത്തതാണ് ജനിക്കുന്നത് ലോകത്തിൽ. കാരണം ഒരു കുഞ്ഞ് അത് ആദ്യം ഇല്ലാതിരുന്നു, പിന്നീടാണ് അത് ജനിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ആ കുഞ്ഞിൻ്റെ ശരീരം മാത്രമാണ്. ആ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ബോധം, ചൈതന്യം, ഞാൻ എന്ന അനുഭവം ഈ ശരീരം ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നിരിക്കണം. അതുള്ളത് കൊണ്ടാണ് ആ
അതിനു ചുറ്റും ശരീരം രൂപപ്പെട്ടത്. മാതാവിൻ്റെ ഗർഭകോശത്തിൽ ഈ ആത്മാവ് പ്രവേശിച്ചതിന് ശേഷമാണ് ആ ഭ്രൂണം പതുക്കെ പതുക്കെ വളർന്ന് ഒരു പൂർണ്ണ ശിശുവായി മാറുന്നത്. എന്നിട്ടാണ് പ്രസവത്തിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ ശരീരം ജനിക്കുന്നതിന് മുമ്പ് ഞാനില്ല എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെയല്ല. ഞാനുണ്ടെങ്കിലേ ശരീരമുണ്ടാവൂ. ശരീരമുണ്ടെങ്കിലേ അതിന് പ്രസവത്തിലൂടെ പുറത്തു വരാൻ പറ്റും. ഈ ശരീരം വളരുന്നതും ഞാൻ ഉള്ളത് കൊണ്ടാണ്. മൃതശരീരം എന്തുകൊണ്ട് വളരുന്നില്ല? അല്ല, അതിന് ജീവനില്ല. സമ്മതിച്ചു. എന്താണ് ഈ ജീവൻ? പ്രാണൻ. ഈ പ്രാണൻ ആത്മാവിൻ്റെ ഒരു ശക്തിയാണ്. അപ്പൊ ജീവനുള്ളവ മാത്രമേ വളരുകയുള്ളൂ. ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ജനനത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ശരീരം രൂപപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരിക്കണം. ശരീരം വളരുന്നത് എൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ഇനി ഈ ശരീരം മരണത്തിലൂടെ നഷ്ടമായി എന്ന് വിചാരിക്കുക, ഞാൻ ഇല്ലാതായി പോകും എന്നാണ് പലരും കരുതുന്നത്. തെറ്റാണ്. ശരീരത്തിന് മുമ്പേ ഉണ്ടായിരുന്നവൻ ശരീരം നശിച്ചാലും ബാക്കി ഉണ്ടാവണ്ടേ? അപ്പോ ഈ മരണം എന്നുള്ളത് കേവലം ശാരീരിക തലത്തിൽ മാത്രമാണ്. ആ വ്യക്തി ഒരിക്കലും മരിക്കുന്നില്ല. കാരണം ആ വ്യക്തിയായി പ്രകടമാകുന്നത് ആത്മാവാണ്. അത് ജനിക്കുന്നതോ മരിക്കുന്നതോ ആയ ഒന്നല്ല. ശരീരത്തിനാണ് ജനന മരണങ്ങളും വളർച്ചയും ക്ഷയവും എല്ലാം. ഇപ്പൊ ശരീരമാണ് താൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ശരീര വികാരങ്ങൾ തനിക്കുണ്ട് എന്ന ഒരു ഭ്രമം ഉണ്ടാവും. അപ്പോൾ ഞാൻ ദേഹമാണോ അല്ലെങ്കിൽ ദേഹവിലക്ഷണമായ മറ്റെന്തെങ്കിലുമാണോ എന്ന് നല്ലതുപോലെ ചിന്തിച്ച് തൻ്റെ സ്വത്വത്തെ ഉള്ളിൽ ഉറപ്പിക്കണം. ആ ചിന്താ പദ്ധതിയൊക്കെ വേദാന്ത ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി പറയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ വായിച്ച് എന്തുകൊണ്ടാണ് ഞാൻ ശരീരമല്ല എന്ന് വേദാന്തം ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? ഞാൻ ശരീരം എന്നാണല്ലോ എല്ലാവരും കരുതി ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എല്ലാവരുടെയും അനുഭവത്തിന് നേര് വിരുദ്ധമായ ഘടകവിരുദ്ധമായ ഒരു കാര്യം വേദാന്തം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, വേദാന്തം അങ്ങനെ പറയാൻ തക്കതായ കാരണങ്ങളുണ്ട്. വേദാന്ത യുക്തികളുടെ അടിസ്ഥാനത്തിൽ വിചാരം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും താൻ ദേഹമല്ല എന്ന് നിഷ്പ്രയാസം അറിയാൻ പറ്റും, തീരുമാനിക്കാൻ പറ്റും. എന്തായാലും പ്രപഞ്ച അനുഭവം ബോധത്തിൽ നിന്നാണ്. ബാഹ്യപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചമോ പ്രപഞ്ച പദാർത്ഥങ്ങളോ ഒന്നുമില്ല. ഇറ്റ് ഈസ് എ ക്രിയേറ്റഡ് തിങ്. പ്രപഞ്ചം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ സൃഷ്ടിയെ തുടർന്ന് നിലവിൽ വന്നതാണ്. സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചമില്ല. പക്ഷേ അപ്പോഴും ഈ ആത്മാവ് ഉണ്ടായിരുന്നു. ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രപഞ്ചം എന്ന ഭ്രമം അതിൽ പൊന്തിയത്. പ്രപഞ്ചം ഒരു ഭ്രമം മാത്രമാണ്. ഈശ്വരൻ സൃഷ്ടിച്ചു എന്നൊക്കെ ഭക്തി വളർത്താൻ വേണ്ടി നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഭ്രമരൂപമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ഈശ്വരൻ എന്ത് കിട്ടാൻ? അല്ല, ഈ കല്ലും മണ്ണും കടലും മലയും നദിയും ഒക്കെ സൃഷ്ടിച്ചിട്ട് ഭഗവാൻ എന്ത് ലാഭം? അദ്ദേഹം ഈ നദിയിലോ കടലിലോ ഒക്കെ കുളിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്? ഭഗവാന് തിന്നാനാണോ ഈ വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത്? സൃഷ്ടിക്കപ്പെട്ട ഒന്നിനെയും ഭഗവാൻ സ്വീകരിക്കുന്നില്ല. ഇത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. സൃഷ്ടി ഈശ്വരൻ നടത്തി എന്ന് തൽക്കാലം വിശ്വസിച്ചോളൂ.
അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സൃഷ്ടിയിലുള്ള ഒരു പൊട്ടോ പൊടിയോ പോലും സൃഷ്ടികർത്താവായ ജഗദീശ്വരന് ആവശ്യമില്ല. അതൊക്കെ നമ്മെപ്പോലെയുള്ള ജീവന്മാർക്കാണ്. വസ്ത്രം, വാസസ്ഥാനം, ആഹാരം, ഇതൊക്കെ ജീവനാണ്. ഈശ്വരന് ഇതൊന്നും ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് ശരീരമില്ല. ശരീരമുള്ളവർക്കാണ് വിശപ്പും ദാഹവും. അവ മാറ്റാനാണ് ജലവും ഭക്ഷണവും. രൂപമില്ലാത്ത, ശരീരമില്ലാത്ത ഭഗവാന് ഈ പ്രപഞ്ചം കൊണ്ട് എന്ത് കാര്യം? അപ്പൊ ജീവന്മാർക്ക് വേണ്ടിയാണ് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് പറയാം. പക്ഷേ ഈ ജീവൻ എന്ന് പറയുന്നത് വാസ്തവമല്ല. വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്ന ഭാവം, അത് വാസ്തവമല്ല. അത് ആത്മാവിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. തൻ്റെ നിഴലിന് വേണ്ടി ഭഗവാൻ എന്തിനെങ്കിലും സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ നിഴലിന് ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ടോ എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ നിഴലിന് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ നൽകാറുണ്ടോ? നമ്മൾ പോലും ചെയ്യാത്ത ഈ വിഡ്ഢിത്തം ഈശ്വരൻ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വിഡ്ഢിത്തം വേറെന്താണുള്ളത്? ജീവൻ ആത്മാവിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. മായ കൊണ്ട് വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ ജീവഭാവം. ആ ജീവന് വേണ്ടി പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് കരുതുന്നത് ശരിയല്ല. അത് യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ല. എന്നാലും ഭക്തന്മാർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് അഴിക്കുന്നത്. അത് ഈശ്വര ഭക്തി വളർത്താൻ വേണ്ടി നമ്മുടെ പൂർവികർ പറഞ്ഞതാണ്. പരമാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുമില്ല, ഈ പ്രപഞ്ചവുമില്ല. ഉള്ളത് ഈശ്വരൻ മാത്രം.